നമ്മൾ കടയിൽ നിന്ന് ഒരു കട്ട്ലറ്റ് കഴിച്ചാൽ അതിൽ കൂടുതലും ഉരുളക്കിഴങ്ങായിരിക്കും. എന്നാൽ നമ്മുടെ ഈ കട്ട്ലറ്റിൽ കൂടുതലും ചിക്കനാണ്. സൗണ്ട് കേട്ടാ, ഇതുപോലത്തെ മുരി കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞുതരാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുരുകുരുവെന്ന് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക. ഇനി അതിലും ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് സവോള ചേർക്കുക. സവോള നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ബാക്കി എല്ലാ പൊടികളും കുറച്ചും കുരുമുളക് പൊടി കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ നല്ലോണം വേവിച്ച് നല്ലോണം ഉടച്ച ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മെഷർമെന്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം. ഇനി എല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം വെക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് ആക്കുക. ഞാനിവിടെ സർക്കിൾ ഷേപ്പിലാണ് എടുത്തത്. ശേഷം നമ്മൾ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നേരെ ഫ്രൈ ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ കട്ട്ലറ്റ് വെച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരിയെടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് നല്ല മുരിഞ്ഞ ചിക്കൻ കൂടുതലുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. നല്ല ചൂടോടെ അങ്ങോട്ട് കഴിച്ചോട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.